നവകേരള നിർമ്മിതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ജനവിധി തേടുകയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും ഭാവി കേരളത്തിനായുള്ള 60 ഇന കർമ്മ പദ്ധതികൾ മുന്നോട്ട് വെച്ചും LDF പ്രകടന പത്രിക പുറത്തിറക്കി. 950 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ വികസന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോഴിക്കോട് പ്രകാശനം ചെയ്തത്. ഇതിലെ ഏറ്റവും പ്രധാന വാഗ്ദാനം ക്ഷേമ പെൻഷനിലെ വർധനവാണ്. UDF കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഇടതു സർക്കാർ 2000 രൂപയാക്കി ഉയർത്തിയിരുന്നു. വരും വർഷങ്ങളിൽ ഇത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് LDFന്റെ ഉറപ്പ്. ഉന്നത വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിലാക്കും, ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ ഉറപ്പാക്കും, സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകും എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. അതിവേഗ റെയിൽപാത, വാട്ടർ മെട്രോ വിപുലീകരണം, ഡിസൈൻഡ് സ്മാർട്ട് ഡ്രോണുകൾ എന്നിവയുടെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വലിയ മാറ്റമാണ് ലക്ഷ്യം. KSRTCയെ ലാഭത്തിലാക്കുമെന്നും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും പത്രിക ഉറപ്പു നൽകുന്നു. ഇനി ഇതേ സമയം തന്നെ UDFും വാഗ്ദാനങ്ങളുമായി രംഗത്തുണ്ട്. എന്നാൽ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ UDFന്റെ വാഗ്ദാനങ്ങൾ എത്രമാത്രം വിശ്വസനീയമാണെന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. 2011 ആകർഷകമായ ഒട്ടേറെ വാഗ്ദാനങ്ങൾ UDF നൽകിയിരുന്നു. എന്നാൽ ഭരണം 5 വർഷം പൂർത്തിയായപ്പോൾ അവ പലതും കടലാസിലൊതുങ്ങി. BPL കുടുംബങ്ങൾക്ക് 1 രൂപയ്ക്ക് അരി നൽകുമെന്ന് UDF വാഗ്ദാനം ചെയ്തെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാർ സബ്സിഡിക്ക് പണം അനുവദിക്കാതെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. 36 ലക്ഷം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും നടന്നത് നിയമന നിരോധനം. തൊഴിലില്ലായ്മ നിരക്ക് 9.9% നിന്ന് 12.5% ഉയർന്നു. 10ാം ക്ലാസ്സുകാർക്ക് സൗജന്യ സൈക്കിളും കമ്പ്യൂട്ടറിന് പലിശരഹിത വായ്പയും നൽകുമെന്ന പ്രഖ്യാപനവും നടന്നില്ല. ഒടുവിൽ സൈക്കിൾ വിതരണം ആദിവാസി വിഭാഗത്തിലേക്ക് മാത്രമായി ചുരുക്കി. സാമൂഹിക പെൻഷന്റെ കാര്യത്തിലും കണ്ടത് സമാനമായ വീഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 100 രൂപ കൂട്ടിയെങ്കിലും 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുന്നത്. എന്നാൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഭൂരിഭാഗം പൂർത്തിയാക്കിയാണ് LDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. UDFന്റെ കടലാസ് വാഗ്ദാനങ്ങളും LDFന്റെ ഉറപ്പും തമ്മിലുള്ള പോരാട്ടമാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർ ആരാണെന്ന്.